ഔപചാരിക വിദ്യാഭ്യാസത്തിൽ മലയാളം പഠിക്കാത്തവർക്കുള്ള സാക്ഷരതാ മിഷൻ്റെ സർട്ടിഫിക്കറ്റ് കോഴ്സ്. ഓപ്ഷൻ എ പച്ചമലയാളം, ഓപ്ഷൻ ബി മലയാള തനിമ, ഓപ്ഷൻ സി അമൃത മലയാളം, ഓപ്ഷൻ ഡി അതുല്യം. ഔപചാരിക വിദ്യാഭ്യാസത്തിൽ മലയാളം പഠിക്കാത്തവർക്കായുള്ള സാക്ഷരതാ മിഷൻ്റെ സർട്ടിഫിക്കറ്റ് കോഴ്സ്. ഓപ്ഷൻ എ പച്ച മലയാളം, ഓപ്ഷൻ ബി മലയാള തനിമ, അമൃതം മലയാളം, അതുല്യം മലയാളം. ഉത്തരം എ പച്ച മലയാളം. ഔപചാരിക വിദ്യാഭ്യാസത്തിൽ മലയാളം പഠിക്കാത്തവർക്കായുള്ള സാക്ഷരതാ മിഷൻ്റെ സർട്ടിഫിക്കറ്റ് കോഴ്സാണ് പച്ച മലയാളം. ഇന്ദ്രൻസ് ആണ് സംസ്ഥാന സാക്ഷരതാ മിഷൻ്റെ ബ്രാൻഡ് അംബാസിഡർ. ഇന്ദ്രൻസ് ആണ് സംസ്ഥാന സാക്ഷരതാ മിഷൻ്റെ ബ്രാൻഡ് അംബാസിഡർ. സാക്ഷരതാ മിഷൻ്റെ നിലവിലെ ഡയറക്ടർ AG ഒലീനയാണ്. സാക്ഷരതാ മിഷൻ്റെ നിലവിലെ ഡയറക്ടർ AG ഒലീനയാണ്. സാക്ഷരതാ മിഷൻ്റെ നേതൃത്വത്തിൽ അതിഥി തൊഴിലാളികളെ സാക്ഷരരാക്കുന്ന പദ്ധതിയാണ് ചങ്ങാതി. സാക്ഷരതാ മിഷൻ്റെ നേതൃത്വത്തിൽ അതിഥി തൊഴിലാളികളെ സാക്ഷരരാക്കുന്ന പദ്ധതിയാണ് ചങ്ങാതി. സംസ്ഥാന സാക്ഷരതാ മിഷൻ്റെ ചെയർമാൻ എപ്പോഴും മുഖ്യമന്ത്രിയായിരിക്കും. സംസ്ഥാന സാക്ഷരതാ മിഷൻ്റെ ചെയർമാൻ മുഖ്യമന്ത്രി. 10ാം തരം ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സുകളിൽ സൗജന്യ പഠനം ഉറപ്പുവരുത്താൻ സംസ്ഥാന സാക്ഷരതാ മിഷനുമായി ചേർന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ നടപ്പാക്കുന്ന പദ്ധതിയാണ് അക്ഷരശ്രീ. 10ാം തരം ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സുകളിൽ സൗജന്യ പഠനം ഉറപ്പുവരുത്താൻ സംസ്ഥാന സാക്ഷരതാ മിഷനുമായി ചേർന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ നടപ്പാക്കുന്ന പദ്ധതിയാണ് അക്ഷരശ്രീ. ഒന്നുകൂടെ, ഇന്ദ്രൻസ് ആണ് സംസ്ഥാന സാക്ഷരതാ മിഷൻ്റെ ബ്രാൻഡ് അംബാസഡർ. സാക്ഷരതാ മിഷൻ്റെ നിലവിലെ ഡയറക്ടർ AG ഒലീനയാണ്. സാക്ഷരതാ മിഷൻ്റെ നേതൃത്വത്തിൽ അതിഥി തൊഴിലാളികളെ സാക്ഷരരാക്കുന്ന പദ്ധതിയാണ് ചങ്ങാതി. സംസ്ഥാന സാക്ഷരതാ മിഷൻ ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. 10ാം തരം ഹയർ സെക്കൻഡറി തുല്യതാ പരീക്ഷാ കോഴ്സുകളിൽ സൗജന്യ പഠനം ഉറപ്പുവരുത്താൻ സംസ്ഥാന സാക്ഷരതാ മിഷനുമായി ചേർന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ നടപ്പാക്കുന്ന പദ്ധതിയാണ് അക്ഷരശ്രീ. സംസ്ഥാനത്ത് ആദ്യമായി പ്ലാസ്മോഡിയം ഓവൈൽ മലേറിയ സ്ഥിരീകരിച്ച ജില്ല. സംസ്ഥാനത്ത് ആദ്യമായി പ്ലാസ്മോഡിയം ഓവൈൽ മലേറിയ സ്ഥിരീകരിച്ച ജില്ല. ഓപ്ഷൻസ് എ കാസർഗോഡ്, ബി കോഴിക്കോട്, സി ആലപ്പുഴ, ഡി തൃശ്ശൂർ. സംസ്ഥാനത്ത് ആദ്യമായി പ്ലാസ്മോഡിയം ഓവൈൽ മലേറിയ സ്ഥിരീകരിച്ച ജില്ല എ കാസർഗോഡ്, ബി കോഴിക്കോട്, സി ആലപ്പുഴ, ഡി തൃശ്ശൂർ. ഉത്തരം ബി കോഴിക്കോടാണ്. സംസ്ഥാനത്ത് ആദ്യമായി പ്ലാസ്മോഡിയം ഓവൈൽ മലേറിയ സ്ഥിരീകരിച്ച ജില്ല കോഴിക്കോട്. ലോക മലേറിയ ദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ 25-നാണ്. ലോക മലേറിയ ദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ 25-നാണ്. 2024 ലോക മലേറിയ ദിനത്തിൻ്റെ പ്രമേയം ആക്സിലേറ്ററിംഗ് ദ ഫൈറ്റ് അഗൈൻസ്റ്റ് മലേറിയ ഫോർ എ മോർ എക്വിറ്റബിൾ വേൾഡ്. 2024 ലോക മലേറിയ ദിനത്തിൻ്റെ പ്രമേയം ആക്സിലേറ്ററിംഗ് ദ ഫൈറ്റ് അഗൈൻസ്റ്റ് മലേറിയ ഫോർ എ മോർ എക്വിറ്റബിൾ വേൾഡ്. ലോകാരോഗ്യ സംഘടന അനുമതി നൽകിയ R21 മെട്രിക്സ് M വാക്സിൻ മലേറിയയ്ക്കെതിരെയുള്ളതാണ്. ലോകാരോഗ്യ സംഘടന അനുമതി നൽകിയ R21-മെട്രിക്സ് M വാക്സിൻ മലേറിയയ്ക്കെതിരെയുള്ളതാണ്. മലേറിയ
പൂർണ്ണമായും തുടച്ചു നീക്കിയ ആദ്യ ഗൾഫ് രാജ്യം UAE ആണ്. മലേറിയ പൂർണ്ണമായി തുടച്ചു നീക്കിയ ആദ്യ ഗൾഫ് രാജ്യം UAE ആണ്. മലേറിയ രോഗത്തിന് എതിരെ ലോകത്ത് ആദ്യമായി പതിവ് വാക്സിൻ പ്രോഗ്രാം ആരംഭിച്ച രാജ്യമാണ് കാമറൂൺ. മലേറിയ രോഗത്തിനെതിരെ ലോകത്ത് ആദ്യമായി പതിവ് വാക്സിൻ പ്രോഗ്രാം ആരംഭിച്ച രാജ്യം കാമറൂണാണ്. ലോക മലേറിയ ദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ 25-നാണ്. 2024 ലോക മലേറിയ ദിനത്തിൻ്റെ പ്രമേയം ആക്സലേറ്ററിംഗ് ദ ഫൈറ്റ് അഗൈൻസ്റ്റ് മലേറിയ ഫോർ എ മോർ എക്വിറ്റബിൾ വേൾഡ്. ലോകാരോഗ്യ സംഘടന അനുമതി നൽകിയ R21/Matrix-M വാക്സിൻ മലേറിയയ്ക്കെതിരെ ഉള്ളതാണ്. മലേറിയ പൂർണ്ണമായും തുടച്ചു നീക്കിയ ആദ്യ ഗൾഫ് രാജ്യം UAE ആണ്. മലേറിയ രോഗത്തിന് എതിരെ ലോകത്ത് ആദ്യമായി പതിവ് വാക്സിൻ പ്രോഗ്രാം ആരംഭിച്ച രാജ്യമാണ് കാമറൂൺ. 2023 മികച്ച നവാഗത പാർലമെന്റേറിയനുള്ള ലോകമത് പുരസ്കാരത്തിന് അർഹനായത് ഓപ്ഷൻ എ ജോൺ ബ്രിട്ടാസ്, ഓപ്ഷൻ ബി സുരേഷ് ഗോപി, ഓപ്ഷൻ സി രമ്യ ഹരിദാസ്, ഓപ്ഷൻ ഡി A റഹീം. 2023 മികച്ച നവാഗത പാർലമെന്റേറിയനുള്ള ലോക്മത്ത് പുരസ്കാരത്തിന് അർഹനായത് ഓപ്ഷൻ എ ജോൺ ബ്രിട്ടാസ്, ഓപ്ഷൻ ബി സുരേഷ് ഗോപി, ഓപ്ഷൻ സി രമ്യ ഹരിദാസ്, ഓപ്ഷൻ ഡി A റഹീം. ഉത്തരം ഓപ്ഷൻ എ ജോൺ ബ്രിട്ടാസ് ആണ്. 2023 മികച്ച നവാഗത പാർലമെന്റേറിയനുള്ള ലോകമത് പുരസ്കാരത്തിന് അർഹനായത് ഓപ്ഷൻ എ ജോൺ ബ്രിട്ടാസ് ആണ്. ലോകസഭയിലെ മികച്ച പ്രവർത്തനത്തിനുള്ള ലോകമത് പുരസ്കാരത്തിന് ശശി തരൂർ അർഹനായി. ലോകസഭയിലെ മികച്ച പ്രവർത്തനത്തിനുള്ള ലോകമത് പുരസ്കാരത്തിന് ശശി തരൂർ അർഹനായി. ലോകസഭാ എംപിമാരായ ഡാനിഷ് അലി, മേനക ഗാന്ധി, ഹർസിമ്രത് കൗർ, രാജ്യസഭാ എംപിമാരായ രാം ഗോപാൽ യാദവ്, സുസ്മിത് പാത്ര, സരോജ് പാണ്ഡെ എന്നിവരും ലോകമത് പുരസ്കാരങ്ങൾക്ക് അർഹരായി. ലോകസഭാ എംപിമാരായ ഡാനിഷ് അലി, മേനക ഗാന്ധി, ഹർസിമ്രത് കൗർ, രാജ്യസഭാ എംപിമാരായ രാം ഗോപാൽ യാദവ്, സുസ്മിത് പാത്ര, സരോജ് പാണ്ഡെ എന്നിവരും ലോകമത് പുരസ്കാരങ്ങൾക്ക് അർഹരായി. കേരളത്തിൽ നിന്ന് മികച്ച പാർലമെന്റേറിയനുള്ള 2023 സൻസദ് പുരസ്കാരവും ജോൺ ബ്രിട്ടാസിന് ലഭിച്ചു. കേരളത്തിൽ നിന്നുള്ള മികച്ച പാർലമെന്റേറിയനുള്ള 2023 സൻസദ് പുരസ്കാരവും ജോൺ ബ്രിട്ടാസിന് ലഭിച്ചു. 2021 ഏപ്രിലാണ് ജോൺ ബ്രിട്ടാസ് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. 2021 ഏപ്രിലാണ് ജോൺ ബ്രിട്ടാസ് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. ലോകസഭയിലെ മികച്ച പ്രവർത്തനത്തിനുള്ള ലോകമത് പുരസ്കാരത്തിന് ശശി തരൂർ അർഹനായി. ലോകസഭാ എംപിമാരായ ഡാനിഷ് അലി, മേനക ഗാന്ധി, ഹർസിമ്രത് കൗർ, രാജ്യസഭാ എംപിമാരായ രാം ഗോപാൽ യാദവ്, സുസ്മിത് പാത്ര, സരോജ പാണ്ഡെ എന്നിവരും ലോകമത് പുരസ്കാരങ്ങൾക്ക് അർഹരായി. കേരളത്തിൽ നിന്നും മികച്ച പാർലമെന്റേറിയനുള്ള 2023 സൻസദ് പുരസ്കാരവും ജോൺ ബ്രിട്ടാസിന് ലഭിച്ചു. 2021 ഏപ്രിലാണ് ജോൺ ബ്രിട്ടാസ് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.